നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഭയപ്പെട്ടത് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നു. IRGC ഭരണകൂട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഇറാന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാനും IRGCയുടെ തലവനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് ഇറാനിൽ. മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയും അയൽ രാജ്യങ്ങൾക്കുമേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന IRGCയുടെ നടപടിയെ പെസഷ്ക്യാൻ വിമർശിക്കുന്നു. അമേരിക്കയുമായും ഇസ്രയേലുമായും നടത്തുന്ന യുദ്ധത്തിൽ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുന്നുവെന്നതിൻ്റെ വാർത്തകളും പുറത്ത്. സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ പെസഷ്ക്യാൻ IRGCയുമായി ഇടഞ്ഞത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി അഹമ്മദ് വാഹിദിയുമായി പെസഷ്ക്യാൻ നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി എന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഇന്റർനാഷണൽ എന്ന പ്രതിപക്ഷ മാധ്യമം ലണ്ടൻ ആസ്ഥാനമായാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഭരണകൂടമാണ്, IRGC അല്ല. എന്നാൽ IRGC മേധാവ് വാഹിദി ഈ വാദം അംഗീകരിക്കുന്നില്ല. നിലവിലുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാന്റെ നടപടികളെ IRGC വിമർശിച്ചിരുന്നു. പെസഷ്ക്യാൻ ഒരു കഴിവില്ലാത്ത നേതാവെന്നാണ് അന്ന് IRGC പെസഷ്ക്യാനെ വിലയിരുത്തിയത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും പെസഷ്ക്യാൻ IRGC മേധാവിയോട് തുറന്നു പറയുന്നു. പൂർണ്ണ തകർച്ചയിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ IRGC കൈക്കൊള്ളുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വില മണിക്കൂറുകൾ തോറും വർദ്ധിക്കുന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് ആക്സസ് നഷ്ടപ്പെട്ടത് നിരവധി സേവനങ്ങളെ ബാധിച്ചു. ഫാക്ടറികളും ഉൽപാദന സൗകര്യങ്ങളുമൊക്കെ അടഞ്ഞുകിടക്കുന്നു. അസംസ്കൃത വസ്തുക്കളുടെ കടുത്ത ക്ഷാമം ഫാക്ടറികളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ നേരിടുന്നു. രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഗുരുതരമായ തകരാറിലായിരിക്കുന്നുവെന്നാണ് ഭരണ മേധാവി പറയുന്നത്. ജനസംഖ്യയുടെ 40% അധികം പേർ ഇപ്പോൾ കേവല ദാരിദ്ര്യത്തിന് താഴെയാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി വലിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നില്ല. ചുരുക്കത്തിൽ ഇറാൻ ഭരണകൂടം നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ. അയൽ രാജ്യങ്ങളുടെ മേൽ കടുത്ത ആക്രമണം IRGC തൊടുക്കുമ്പോൾ അത് വലിയ സമ്മർദ്ദമാണ് പെസഷ്ക്യാനിൽ ചെലുത്തുന്നത്. അലി ഖമനേയുടെ കൊലപാതകത്തിന് ശേഷം IRGCയുടെ ഘടനാപരമായ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് IRGC മേധാവ് വാഹിദി IRGCയിൽ പിടിമുറുക്കുന്നതും IRGCയെ കൂടുതൽ ആക്രമണകാരികളായി മാറ്റുന്നതുമാണ്. യുദ്ധം 1 മാസം തികയുന്നു. അതിലപ്പുറം ഇസ്രയേൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞു. ഇറാനിലെ മിക്കവാറും എല്ലാ സൈനിക വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് നാവികായുധങ്ങളും കപ്പലുകളും നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഭരണകൂടത്തിന്റെ മറൈൻ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ ആസ്ഥാനം ശക്തമായ ബോംബിങ്ങിൽ ഇസ്രയേൽ തകർത്തുവെന്ന വാർത്ത. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സൈനിക ദൗത്യം പൂർത്തിയാക്കണമെന്ന് ഇസ്രയേൽ IDFന് നിർദ്ദേശം നൽകി. മിക്ക സൈനിക ഉൽപാദന കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു എന്നാണ് IDF വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവ പുനഃസ്ഥാപിക്കാൻ ഭരണകൂടത്തിന് വളരെ കാലതാമസം വേണ്ടിവരും. ഇറാന്റെ പ്രതിരോധ വ്യവസായം വിപുലമാണ്. നിരവധി സൈനിക സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും ബാലിസ്റ്റിക് മിസൈലുകൾ, വ്യോമ പ്രതിരോധം, നാവികായുധങ്ങൾ, സൈബർ ശേഷികൾ, ചാര ഉപഗ്രഹങ്ങൾ എന്നിവയുൾപ്പെട്ട സംവിധാനമാണ് ഇറാൻ്റേത്. ശക്തമായ പ്രതിരോധമാണ് മറുവശത്ത് ഇറാൻ തുടരുന്നത്. US-ന്റെ MQ-9 ഡ്രോണും F-16 വിമാനവും വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇസ്രായേലിന്റെ റഡാർ കേന്ദ്രം തങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരസേന നീക്കത്തിന് അമേരിക്ക ഒരുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തലത്തിൽ നിരവധി വാർത്തകൾ നമുക്ക് മുന്നിൽ. ഇറാനിൽ അമേരിക്ക നടത്തുന്നത് പൂർണ്ണ സൈനിക നീക്കമായിരിക്കില്ല, മറിച്ച് പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ. കാർഗ് ദ്വീപിലും ഹോർമുസ് കടലിടുക്കിലും സൈനിക നീക്കം നടത്തുകയാണ് അമേരിക്കയുടെ മുഖ്യ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ US സൈനിക കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറി എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US UK സംയുക്ത സൈനിക കേന്ദ്രമായ ഡീഗോ ഗാർഷ്യയുടെ വിവരങ്ങൾ മാർച്ച് 24-ന് റഷ്യ ഇറാന് കൈമാറി. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെയും വിവിധ രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങളും റഷ്യ തന്നെയാണ് ഇപ്പോൾ ഇറാന് പകർത്തി നൽകിയിരിക്കുന്നത്. തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നു. യുദ്ധം റിപ്പോർട്ട് ചെയ്തിരുന്ന 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ലയുടെ അൽമനാർ ചാനലിലെ അലി ഷുവൈബ്,
അൽ-മയാദിൻ ചാനലിലെ ഫാത്തിമ ഫദൂനി, അവരുടെ സഹോദരനും ക്യാമറാമാനുമായ ആൾ എന്നിവരെയാണ് ഇസ്രയേൽ വധിച്ചത്. അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ ഇംഗ്ലീഷ് ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെയാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലെ മടങ്ങൂ. പശ്ചിമേഷ്യയിലേക്ക് 10,000 സൈനികർ കൂടി എത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇപ്പോൾ ടെഹ്റാൻ ടൈംസിന്റെ മുന്നറിയിപ്പ്. മറുവശത്ത് യമനിലെ ഹൂതി വിമതരെ ഉപയോഗിച്ച് ശക്തമായ ആക്രമണങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുന്നു. ഹൂതി വിമതർ ഇസ്രയേലിനെയാണ് മുഖ്യമായി ലക്ഷ്യമിടുന്നത്. എന്നാൽ കടലിലൂടെ ചലിക്കുന്ന എണ്ണക്കപ്പലുകളെയും വാണിജ്യ കപ്പലുകളെയും അവർ ഇനി നോട്ടമിടും. ഇസ്രയേലിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം ഹൂതികൾ മിസൈലുകൾ അയച്ചു. മേഖലയിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ തങ്ങൾ തകർത്തതായി ഇസ്രയേൽ പറയുന്നു. നേരിട്ട് ഹൂതികൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ചെങ്കടൽ വഴിയുള്ള ആഗോള ചരക്ക് നീക്കം വീണ്ടും തകരാറിലാക്കുമോ എന്ന ഭയം അമേരിക്കയ്ക്ക്. സംഘർഷം രൂക്ഷമാകുമ്പോൾ US നാവികസേനയുടെ ആധുനിക ആംഫിബിയസ് ആക്രമണ കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലെത്തി. ട്രിപ്പോളി തങ്ങളുടെ പ്രവർത്തന പരിധിയിൽ എത്തിച്ചേർന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. 2,500 മറീനുകൾ ഉൾപ്പെടെ 3,500-ലധികം സേനാംഗങ്ങൾ. പെന്റഗൺ ഇറാനിൽ കരയാക്രമണങ്ങൾ നടത്തും എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങൾ. 3,500-ഓളം സേനാംഗങ്ങൾക്ക് പുറമെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും അവിടെ എത്തി. ഇത്തരം സജ്ജീകരണങ്ങളാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കരയുദ്ധത്തിന് അമേരിക്ക ശ്രമിച്ചേക്കുമെന്ന വാർത്തകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതും. ഇറാന്റെ മണ്ണിൽ പാദം വയ്ക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലെ മടങ്ങൂ എന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഇംഗ്ലീഷ് ദിനപത്രം. ടെഹ്റാൻ ടൈംസിന്റെ 1-ാം പേജിലാണ് നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത. UAE-യിലെ പ്രവാസികൾ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ നിരവധി പ്രവാസി സുഹൃത്തുക്കൾ അഴിക്കുള്ളിലായതാണ് അവരിൽ ആശങ്ക വളർത്തിയിരിക്കുന്നത്. UAE-ക്ക് നേരെ ഇറാൻ തൊടുക്കുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തതിന് 100 ആളുകളെ UAE അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ എമിറേറ്റ്സിൽ തടവിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദേശീയ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർക്കശമായി UAE-യിൽ നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാരികളെയും പ്രവാസികളെയും ക്യാബിൻ ക്രൂവിനെയും ഒക്കെ ഇപ്പോൾ പോലീസ് സെല്ലുകളിലും ജയിലുകളിലും അടച്ചിരിക്കുന്നു. ദുബായ് ശ്രദ്ധാപൂർവം നിർമ്മിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ്. ദുബായിയെക്കുറിച്ച് മറ്റു വാർത്തകൾ പരക്കുന്നത് UAE സംബന്ധിച്ച് അത് സഹിക്കാൻ കഴിയുന്നതിനുമപ്പുറം ലോകത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സുരക്ഷയുള്ള ആകർഷകമായ ഒരു യാത്ര ലക്ഷ്യസ്ഥാനമായി ദുബായിയെ നിലനിർത്താൻ ഭരണകൂടം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ശ്രദ്ധാപൂർവം നിർമ്മിച്ച ഈ ബ്രാൻഡിനെ സംരക്ഷിക്കാൻ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദുബായ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ. ദുബായ് UAE കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാലോ അവ മൊബൈൽ ഫോണിൽ പകർത്തിയാലോ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പിലാണ് ഇപ്പോൾ കേസുകൾ എടുക്കുന്നത്. 2 ലക്ഷം പൗണ്ട് വരെ പിഴയും ഈടാക്കും. ഇത്രയധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിയമവ്യവസ്ഥ തകർന്നു എന്ന് പരിഭവിക്കുന്നവരുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ കുറ്റം ചുമത്തപ്പെടുന്നതിന് മുമ്പ് മാസങ്ങൾ തടങ്കലിൽ നിൽക്കേണ്ടി വരും. അറസ്റ്റിലായ ചിലരെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ എമിറേറ്റ്സിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധം അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പാസ്പോർട്ടുകൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ചിലർക്കൊക്കെ വിസ കാലാവധി അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന അവസ്ഥ. അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തുന്നു. മാർച്ച് 7-ാം തീയതി ദുബായ് വിമാനത്താവളത്തിന് സമീപം ഒരു ഇറാനിയൻ ഡ്രോൺ ആക്രമണമുണ്ടായി. നാശനഷ്ടങ്ങളുടെ ഫോട്ടോ എടുത്ത് സഹപ്രവർത്തകർക്ക് ഒരാൾ അയച്ചു കൊടുത്ത് ആ പ്രദേശം സുരക്ഷിതമാണോ എന്ന് ചോദിക്കുന്നു. തൊട്ടു പിന്നാലെ പോലീസ് അയാളെ തേടി വരുന്നു. പിന്നീട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. മൊബൈൽ ഫോണുകളിൽ എടുത്ത ദൃശ്യങ്ങൾ ഇല്ലാതാക്കിയാലും സംശയം തോന്നി മൊബൈൽ പരിശോധിച്ച് പോലീസ് ശക്തമായ അറസ്റ്റുകൾ തുടരുന്നു. ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇത്തരത്തിലെടുക്കുന്നത്. അതുകൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലുമില്ല. സുരക്ഷിതമെന്ന പ്രദേശം ഇത് എപ്പോഴും ഒരു ബ്രാൻഡായി തുടരാൻ ആഗ്രഹിക്കുന്നു ദുബായ്. അതുകൊണ്ടാണ് വിനോദസഞ്ചാരികളും പ്രവാസികളും മിസൈൽ ആക്രമണത്തിൻ്റെയോ ഡ്രോൺ ആക്രമണത്തിൻ്റെയോ ഫോട്ടോകൾ എടുത്താൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത്. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, മറ്റു ചിലരെ കാണാതാകുന്നു.
ഇവരുടെ മേൽ കുറ്റം ചുമത്തിക്കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുകയേ പിന്നെ മാർഗമുള്ളൂ. UAE-യിലെ ഏകാന്ത തടവിലേക്ക് തള്ളിയിടപ്പെട്ടവർ ഏറെ. ജയിലിൽ തോക്കിൽ മുനയിൽ കഴിയേണ്ടി വരും പലർക്കും. കൈകൾ വിലങ്ങിയും കണ്ണുകൾ കെട്ടിയുമൊക്കെ ഇരിക്കേണ്ട അവസ്ഥ. ക്രൂരമായ ആഭ്യന്തര സുരക്ഷാ നിയമങ്ങൾ പ്രകാരമാണ് അവർ തടവിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് കോൺസുലർ സഹായമോ ഒരു ഫോൺ കോളോ പോലും സാധ്യമല്ല. എന്തിനേറെ ബ്രിട്ടീഷ് എംബസി ജീവനക്കാരെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡെയിലി മെയിൽ പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പെസഷ്ക്യാന്റെ വാക്കുകൾ ശരിയെങ്കിൽ ഭരണകൂടത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഇറാനിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് IRGC ഇപ്പോൾ ഭരണം കൈയാളുന്നത്. ഇത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അമേരിക്കയെ വലിച്ചിഴയ്ക്കും. ഒപ്പം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ മേൽ ആക്രമണം തുടരുമെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഇറാനിൽ ഒരു പൊടി പോലും അവശേഷിക്കാൻ അനുവദിക്കാതെ ഇസ്രയേലിൻ്റെ സംഹാര താണ്ഡവം മറുവശത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.